നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അശാന്തമായിരുന്ന പശ്ചിമേഷ്യ ശാന്തമാകുന്നു. ഇറാൻ അമേരിക്ക സമാധാന കരാർ നിലവിൽ വന്നു. പശ്ചിമേഷ്യൻ യുദ്ധകാലം കഠിനകാലമായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? യുദ്ധം നമ്മുടെ അടുക്കളകളെ വരെ പൊള്ളിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി. ഡീസൽ പെട്രോൾ വിലയും കൂട്ടിയതോടെ ജനങ്ങളുടെ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും ചെലവേറി. അരിക്കും പച്ചക്കറിക്കും മുതൽ കാലിച്ചായക്കടക്കം വില കൂടി. പശ്ചിമേഷ്യൻ യുദ്ധമായിരുന്നു ഇതിനെല്ലാം കാരണം. അതിനിപ്പോൾ അവസാനമാവുകയാണ്. യുദ്ധകാലത്ത് $119 വരെ ഉയർന്ന ക്രൂഡ് ഓയിൽ വില താഴേക്ക് വരികയാണ്. ജൂൺ 5 സമാധാന കരാറിൽ ഇറാനും അമേരിക്കയും ഡിജിറ്റൽ സൈൻ ഇട്ടതോടെ കുറയാൻ തുടങ്ങിയതാണ്. അതിപ്പോൾ $74 ചുറ്റിപ്പറ്റി നിൽപ്പാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിൽക്കാനാവാതെ സൂക്ഷിച്ചിരുന്ന ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് വരികയും ചെയ്തതോടെ ക്രൂഡ് ഓയിൽ വില ഇനിയും താഴേക്ക് വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയപ്പോൾ ഇവിടെ കൂട്ടിയ പെട്രോൾ, ഡീസൽ, LPG വില അന്താരാഷ്ട്ര വിപണിയിൽ കുറച്ചതിന് ആനുപാതികമായി കുറയ്ക്കുമോ? അതോ എണ്ണ കമ്പനികൾ ലാഭം കൊയ്യുന്നത് തുടരുമോ? സ്വാഭാവികമായും ഇന്ധനവില കുറയും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അതോ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ കൂട്ടുകയും കുറയുമ്പോൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന പതിവ് തന്ത്രം തുടരുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ഫാദർ, ഈ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂട്ടുമ്പോൾ ഇവിടെ വില കൂട്ടും, അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ന്യായമല്ലേ എന്ന് തോന്നാം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ യുദ്ധം അവസാനിച്ചു. കഴിഞ്ഞ ഡിജിറ്റൽ സൈൻ ഇട്ട ജൂൺ 5 മുതൽ തന്നെ വില കുറയാൻ തുടങ്ങിയതാണ്. വീണ്ടും $74 എത്തി നിൽക്കുകയാണ്. അത് ഇനിയും കുറയും. അത് 60-ലും 55-ലും ഒക്കെ എത്തുമെന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്തായാലും കുറഞ്ഞു, 74 വരെ കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിയ ഇന്ധനവില, LPGയുടെ അടക്കമുള്ള വില, അത് ഇനി കുറയ്ക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യുദ്ധം അവസാനിച്ചതിൽ വളരെ സന്തോഷം, ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്ധനവില തീർച്ചയായിട്ടും കുറയണം. കാരണം കപ്പലുകൾക്ക് യഥേഷ്ടം വരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും ആലോചിച്ചിട്ട് ഇന്ധനവില കുറച്ചാൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് നമ്മുടെ അടുക്കളകളൊക്കെ ആശ്വാസത്തിന്റെയും വളരെയേറെ വിലക്കുറവിന്റെയും അവസരങ്ങളായി തീരുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, ആശംസ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ $112 ഉയർന്ന വിലയായിരുന്നു ഇന്ധനത്തെ, ക്രൂഡ് ഓയിലിൻ്റെത്. സ്വാഭാവികമായും ഇന്ധന ലഭ്യതയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലേക്കൊക്കെ വരുന്ന ക്രൂഡ് ഓയിൽ ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ചതോടുകൂടി. പക്ഷേ ഇപ്പോൾ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ നമ്മുടെ പെട്രോൾ, ഡീസൽ വിലയും LPG വിലയും ഒക്കെ കുറയും എന്നാണ്. അതുണ്ടാവുമോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരമുണ്ട്. അങ്ങനെ ഇപ്പോ യുദ്ധം അവസാനിക്കാന്ന് പറഞ്ഞു. ഇത് എത്ര ദിവസത്തിനാണോ മാസത്തിനാണോ എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞാൽ തിരക്കില്ല. അതും വേണം. പിന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? എന്തായാലും ഈ കണക്കിന് പോയാൽ വലിയ കുഴപ്പമില്ലാതെ അവസാനിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയാണ്. അതൊന്നും നമുക്ക് ഇസ്രായേൽ ഇപ്പോഴും മറ്റു ഭാഗത്ത് വേറെ നിലപാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. എന്നാ പിന്നെ പറയാൻ പോകുന്നേ, 12 വർഷമായിട്ട് ഇപ്പൊ അവിടെ ഭരിക്കാണ് എന്നും പറഞ്ഞാണ്ട് ഈ TV-യിലും ചാനലിലും എല്ലാം കാണിക്കുകയാണ് അതിന്റെ നേട്ടങ്ങളും മറ്റും മറിച്ചതും ഒക്കെ. എല്ലാവർക്കും സുഖമാണെന്നുള്ളത് വരുത്തി ഓരോരോ ബിസിനസ്സും കാര്യം, പച്ചക്കറിയും വേറുള്ളതും കച്ചവടങ്ങളും വേറുള്ളൊക്കെ വളരെ ഉന്നതയിലെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞാൽ വളരെയധികം പബ്ലിസിറ്റിയോടുകൂടി കാട്ടപ്പെടുന്നുണ്ട്. അത് ജനങ്ങളുടെയാണ് കാട്ടുന്നത്. ഇവിടെ ഈ പാവപ്പെട്ടവര് വേറെ പലരുണ്ട്. ഇതൊന്നും അവരെ ആനുകൂല്യങ്ങളൊന്നും എത്തിപ്പെടാൻ. ഈ വിഷയത്തിലേക്ക് വരാം ശ്രീ മുഹമ്മദ്. അതും പ്രധാന വിഷയം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിലേക്ക് വരാം.
കുറച്ചിട്ടാൽ നമുക്ക് നന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഗ്യാസിനും പേർലിനൊക്കെ വലിയ മാറ്റായ വില കൊടുക്കണം. അത് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയത്. പിന്നെ യുദ്ധം നീണ്ടിക്കാതെ ആ പാടി നിൽക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നുള്ളതിനും നല്ലതാണ്. അത് ജനങ്ങൾക്ക് നല്ലതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ സർവ ലോക എന്താ അതിന് പറയാ, ഞാൻ ഒന്നും പറയാല്ല. ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇവിടെ ഒരു സാധാരണക്കാരുടെ പരിയിൽ എപ്പോഴും അതിന്റെ കാര്യങ്ങൾ ഇവിടെ അടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി യുദ്ധം ഇല്ലാതെ ഇരിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഫാദർ പറഞ്ഞാൽ മതി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രമേശാണ് എരുമേലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശ്, താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സമാധാന കരാർ നിലവിൽ വന്നു, എന്തായാലും അമേരിക്കയും ഇറാനും അതിൽ ഒപ്പിട്ടു, അത് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ആനുപാതികമായ കുറവ് നമുക്ക് നമ്മുടെ ജീവിത ചെലവിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹലോ പക്ഷേ നമസ്കാരം. നമസ്കാരം. ഒരു കാരണവശാലും ഇവർ കുറയ്ക്കുകയല്ല. ഇവരതൊരു അവസരമാക്കി എടുത്തിരിക്കുക. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഡോളർ അനുസരിച്ച് ഈ ഇതിന്റെ വില കുറഞ്ഞായിരുന്നു. അവർ ₹1 കുറച്ചോ? ഇല്ലല്ലോ. അന്നേരം ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു കാരണവശാലും ഇവരിത് കുറയ്ക്കുകയല്ല. പൈസ ഇത് കൂട്ടിയത് തന്നെ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇതിന് വെച്ചു ഒരു കാരണവശാലും ഇവർ കുറയ്ക്കാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം സുരേന്ദ്രൻ പറഞ്ഞല്ലോ, അവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങാണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് 1500 നോട്ട് വെച്ചാൽ പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോള് 50 രൂപയ്ക്ക് ഡീസല് കിട്ടുമ്പോൾ നിങ്ങൾ ഓർപ്പം മോദിയെ ഓർപ്പം എന്ന് പറഞ്ഞു. നമുക്കത് കുറയ്ക്കാൻ നമുക്ക് അങ്ങനെ കിട്ടിയോ? ഇല്ലല്ലോ. ഇവരെ ഒരു 5 പൈസ പോലും ഈ പ്രാവശ്യം ഇവര് കൂട്ടരുതായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇതിന് വില കുറഞ്ഞപ്പോ ഇവര് കുറച്ചില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് വില കൂടിയപ്പോ ഇവര് കൂട്ടുന്നു? കോടിക്കണക്കിന് രൂപ ലാഭത്തിലായിരുന്നു അന്ന് ഈ കമ്പനികൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവർക്ക് യാതൊരു നഷ്ടവുമില്ല. ഇതിന് അടിസ്ഥാനം വിട്ടത് കോൺഗ്രസ്സുകാരുമാണ്. അന്നിരുന്ന UPA ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ഇരുന്ന ആ വില നിയന്ത്രണം ഉണ്ടായിരുന്ന അത് എടുത്തു മാറ്റിയതും. ആദ്യമേ ഡീസലിന്റെ മാറ്റി, ഇവര് കയറി കഴിഞ്ഞപ്പോൾ അതിന് അനുമതിയുമായിട്ട് പെട്രോളിന്റെ എടുത്തു മാറ്റി. അപ്പം ഇവര് രണ്ടുപേരും BJPയും കോൺഗ്രസിനും രണ്ടുപേരും തുല്യരാണ്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ഇവരിത് കുറയ്ക്കാൻ പോകുന്നില്ല. കൂട്ടിയത് തന്നെ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. കൂട്ട് തന്നെ കുറയ്ക്കില്ല എന്നാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കൂട്ടുമ്പോഴൊക്കെ കൂട്ടുന്നവർ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ പല ന്യായങ്ങൾ പറഞ്ഞ് അത് കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കാറുമൊക്കെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സുബേറാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുബേർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം കിരൺ സാറ്, അതെ, 2000 ഓർമ്മയിൽ 2002 നമുക്ക് ക്രൂഡിന്റെ വില 142 ആയിരുന്നു. അന്ന് $142. അന്ന് ഞാൻ 73 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു ബുള്ളറ്റ് മേടിച്ചാൽ ബുള്ളറ്റ് ഇപ്പോൾ എന്റെ അടുത്തുണ്ട്. എനിക്ക് എത്ര ഓർമ്മ. 73 രൂപ അന്ന് പെട്രോളിന് വിലയുള്ളൂ. അന്ന് $142 ഉള്ള ടൈമിലിട്ടാ 2002, 2002 2007, 2006, 2007 ആ ടൈമിൽ ഞാൻ ബുള്ളറ്റ് മേടിച്ചത്. ആ ബുള്ളറ്റ് ഇപ്പോൾ എന്റെ അടുത്തുണ്ട്. ആ വണ്ടിയിൽ ഞാൻ പെട്രോൾ അടിച്ചിരുന്നത് 70-72 രൂപ, 69 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്നത്. ഇപ്പൊ പെട്രോൾ മാറി ഇപ്പൊ എത്ര? അതിലിടയ്ക്ക് എത്ര കുറച്ചിട്ടില്ല. ഇപ്പൊ അത് മാത്രമല്ല, ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു TV-യിൽ. അത് പെട്രോൾ വില കുറയും, പക്ഷെ അത് അവർക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെ നഷ്ടം വന്നത് സാറൊന്നും പറയും. എങ്ങനെ നഷ്ടം വന്നവർക്ക്? അവരിത് അവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇതിന് കൂട്ടാൻ തുടങ്ങി. അപ്പൊ അതിനും ഇലക്ഷൻ വന്നതൊക്കെ പ്രശ്നമായിട്ട് ഇവിടെ മൊത്തത്തിൽ കൂട്ടാൻ പറ്റാത്ത കണ്ടീഷനായപ്പോ അവരങ്ങനെ നിന്ന് അതിനുള്ള ഒറ്റയടിക്ക് കയറ്റിയില്ലേ. വാണിജ്യ സിലിണ്ടർ എത്ര 1000 രൂപ കൂട്ടിയില്ലേ. നമ്മുടെ പെട്രോളിന് സ്ഥിരം നാട്ടിൽ ഈ പണിക്ക് പോണത് സാധാരണക്കാരൻ പെട്രോൾ അടിക്കുന്നതൊക്കെ ഈ വണ്ടി 100 രൂപയ്ക്ക് അടിച്ചിട്ടാ. 100 രൂപയ്ക്ക് അടിച്ചാൽ അവന് ചിലപ്പോ 30 കിലോമീറ്റർ കിട്ടും, 40 കിലോമീറ്റർ കിട്ടും. അതിപ്പോ 150 രൂപയ്ക്ക് അടിക്കണ്ടേ? അത് നടക്കോ? ഇല്ല. അപ്പൊ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനാണ് ആലോചിക്കാന്ന് പറഞ്ഞത്. ഇവർ 25 രൂപ കുറച്ചേ പറ്റുള്ളൂ. അതായത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോ എന്താ പറഞ്ഞ 50 രൂപയ്ക്ക് പെട്രോൾ തരും, നമുക്ക് 4 ചില രൂപയ്ക്ക് ഗ്യാസ് തരും. പിന്നെ എന്തിന് നമ്മുടെ അക്കൗണ്ടിൽ കള്ളപ്പണം വലിച്ച് 2000 നോട്ട് ഇറക്കിയപ്പോ എന്താ പറഞ്ഞാൽ എല്ലാവരും അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടാ. എന്റെ അക്കൗണ്ടിൽ സാറിന്റെ അക്കൗണ്ടിൽ വന്നാ ഇല്ല, വന്നിട്ടില്ല. അപ്പൊ മൊത്തം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ അവര് പറഞ്ഞില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ
പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും യുദ്ധം അവസാനിച്ചത് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ലോകത്തിനാകമാനം പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. കാരണം നമ്മുടെ ഗൾഫ് മേഖലയിലൊക്കെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നതാണ്, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സമാധാനം, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആശ്വാസം വലുതാണ്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും വില കൂടിയിരുന്നു. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടിയതോടുകൂടി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെ എല്ലാത്തിനും വില കൂടി. ഇനിയിപ്പോൾ ആ വില കുറയാൻ സാധ്യതയുണ്ടോ? ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് കുറയുമോ? ശ്രീ പ്രസന്നൻ പറയാം. നമസ്കാരം. ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാഷ്ട്രങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ യുദ്ധം കൂടുതൽ അത് ഞെരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതായത് ഈ സാറ് പറഞ്ഞ പോലെ ഈ ഗൾഫ് മേഖലയിലും വിദേശത്തൊക്കെ നമ്മുടെ ആളുകൾ കൂടുതൽ ജോലി ചെയ്യുന്നു, അവരുടെ വരുമാനം അതുപോലെ തന്നെ പിന്നെ ക്രൂഡ് ഓയിൽ വരുന്ന വഴി പിന്നെ ഒക്കെ മൊത്തത്തിൽ നമ്മൾ കൂടുതൽ ഞെരുങ്ങുന്ന ഒരു രാഷ്ട്രമാണ്. നമുക്ക് കൂടുതൽ ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ വളരെ വലിയ ശതമാനം നമുക്ക് പെട്രോൾ വിദേശത്ത് വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ധർമ്മബോധം അനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആനുപാതികമായിട്ട് കുറഞ്ഞേ പറ്റൂ. കുറയ്ക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ നികുതിപ്പണം കൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കിപ്പോ അധികമായിട്ട് ഇപ്പൊ റഫാൽ യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ S-400 ഒക്കെ വാങ്ങിക്കുന്ന ഒരു സംഗതികളൊക്കെ ഉണ്ട് പണ്ടത്തെക്കാളും കൂടുതലായിട്ട്. അപ്പൊ ചെലവുകൾ പിന്നെ രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ട് നമ്മൾ ആ ഒരു വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പൈസ വേണം. അതുണ്ടെങ്കിൽ പോലും ഈ കൂട്ടിയ പൈസയില് സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോൾ കുറയ്ക്കേണ്ടതാണ്. കുറയ്ക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പ്രസന്നൻ. ശ്രീ രാധാകൃഷ്ണനാണ് വടകരയിൽ, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ പണ്ട് നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, അന്താരാഷ്ട്ര വിപണിയിൽ കൂട്ടുന്നതിന് ആനുപാതികമായി ഇവിടെ കുറച്ചതും കൂട്ടിയതും എല്ലാം ഇവിടെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ. ഇപ്പോൾ പക്ഷേ നമുക്കൊന്നറിയാം, അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു പ്രതിഫലനം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അതിന് ആനുപാതികമായൊരു കുറവ് നമ്മുടെ വിപണിയിലും ഉണ്ടാവേണ്ടേ? അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. യുദ്ധം ഒരു സമാധാനത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ പ്രേക്ഷകർ പ്രതികരിക്കും പോലെ എണ്ണക്ക് വില കുറക്കില്ല എന്നൊന്നും മുൻകൂട്ടി അങ്ങ് പറയാനൊന്നും നമുക്കൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസരത്തിൽ എണ്ണക്ക് വില കുറക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രയധികം വില കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗ്യാസിനൊക്കെ, വാണിജ്യ സിലിണ്ടറിനൊക്കെ ഒരുപാട് പൈസ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് അപ്പാടെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. യുദ്ധത്തിന്റെ കരാറൊക്കെ ഇന്ന് ഒപ്പിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യുന്നത് നോക്കിയിരുന്ന് കാണാം. പിന്നെ പറയുന്നത് 15 ലക്ഷം ബാങ്കിലിടുന്നെങ്കിൽ അക്കൗണ്ട് ഒന്ന് പുതുക്കി അദ്ദേഹത്തോട് കാത്തു നിന്നോളാം പറയാം. കാരണം 15 ലക്ഷം ബാങ്കിലിടുന്ന പ്രധാനമന്ത്രി എവിടെയെങ്കിലും പറഞ്ഞോ ഓരോ വ്യക്തിക്കും? സാർ ഈ അനാവശ്യം കാര്യം പറയുമ്പോൾ ഒന്ന് തിരുത്തണ്ടേ സാർ? ശ്രീ ബാലകൃഷ്ണൻ, അത് അതിനകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ 15 ലക്ഷം വീതം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്തും എന്ന് പറഞ്ഞത് ഇനി എത്തുമെന്നാണോ, ഇനി കള്ളപ്പണം കിട്ടിയാൽ അത് എത്തിക്കാൻ കഴിയുമെന്നാണോ എന്നൊന്നും അല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാ പ്രധാനമന്ത്രി അത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നല്ല പറഞ്ഞത്. ഈ കള്ളപ്പണമെല്ലാം എത്തിച്ചാൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വീതം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമെന്നാണോ, അങ്ങനെ കിട്ടാനുള്ള തുക കിട്ടുമെന്നാണോ, ആ തുക കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ. അതൊന്നൊക്കെ ഒരു പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞൊരു വാചകമായി എന്ന് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. അല്ല, അതുകാരി അക്കൗണ്ട് പുതുക്കിയിട്ട് അവിടെ കാത്തു നിന്നോട്ടെ, പെട്ടെന്ന് വരും. അങ്ങനെയല്ല, ആളുകൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലരും ഇങ്ങനെ പലരും വിളിച്ച് പറയും ഈ പെട്രോൾ വില കുറയ്ക്കും, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞത് സുരേന്ദ്രനല്ലേ. പക്ഷെ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പോയിട്ട് 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ 50 രൂപയ്ക്ക് കിട്ടാത്ത അവസ്ഥയിൽ എത്തിയില്ലേ? അതൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് അത്ര ശരിയല്ല. അല്ല, അത് രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം അക്കൗണ്ട് പുതുക്കിയിട്ട് നമ്പർ എത്രയും പെട്ടെന്ന് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഡീറ്റെയിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാം 15 ലക്ഷം. അദ്ദേഹത്തിന് പൈസ അർജന്റ് ഉണ്ടാവും. ബാലകൃഷ്ണൻ അങ്ങനെ ഒരാളെ പരിഹസിക്കേണ്ടതില്ല. ശ്രീ ബാലകൃഷ്ണൻ, ഒരു പ്രധാനമന്ത്രി ആവാൻ ഒരാൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് സ്വാഭാവിക ആളുകൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അത് പോട്ടെ, താങ്കൾ ഇപ്പോഴത്തെ കാര്യം പറയും. ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയും. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കളവ് പറയുമ്പോൾ സാർ തിരുത്തേണ്ടതാണത്. കാരണം അദ്ദേഹം അക്കൗണ്ട് പുതുക്കി കാത്തിരുന്നോട്ടെ. പ്രധാനമന്ത്രിക്ക് ഉടനെ അയച്ചു കൊടുക്കട്ടെ ഡീറ്റെയിൽസ്, ഉടനെ ഇട്ട് കൊടുക്കാം 15 ലക്ഷം. ഈ കളവ് പറയുന്ന ഒരു കണക്കില്ലേ സാർ? ആര് കളവ് പറയുന്നത്? കളവ് പറയുന്ന ഒരു കണക്കുണ്ട്. പച്ചക്കളവും കള്ളം പറയുന്നവരെയൊക്കെ ചാനൽ സംസാരിക്കാൻ അനുവദിക്കരുത്. പച്ചക്കള്ളം പച്ചക്കള്ളം പറയുന്ന ഇവനെയൊക്കെ ചാനൽ ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത്. ശരി, ഓക്കെ, നമ്മൾ വിളിക്കുന്നല്ലോ.
ശരി ബാലകൃഷ്ണൻ അഭിപ്രായം പറയാനുള്ള അവകാശം പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഫാക്ച്വലായി തെറ്റ് പറഞ്ഞാൽ നമ്മൾ ഇടപെടും. നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ ഇടപെടും. ചിലപ്പോൾ നമുക്കറിയാത്ത കാര്യത്തിൽ ഒരാൾ ചിലപ്പോൾ പറഞ്ഞാൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്നും വരും. അതും മുൻകൂട്ടി തന്നെ അറിയിക്കുകയാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്ന്. ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇന്ധന വിലയിലും LPGയുടെ വിലയിലും ഒക്കെ ഒരു കുറവുണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? കുറക്കണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പറഞ്ഞോളൂ താങ്കൾ. ഹലോ, കുറക്കണം തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനുള്ള വിഹിതവും കുറക്കണം തന്നെയാണ് പറയാനുള്ളത്. ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞിരുന്നുവല്ലോ. ഈ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കുറയ്ക്കുന്ന കാര്യം കടുത്ത ഇടതുപക്ഷക്കാരനായ താങ്കൾ കഴിഞ്ഞ 10 വർഷവും പറഞ്ഞിരുന്നില്ല. അങ്ങനെയല്ലല്ലോ. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടാകുമ്പോൾ പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചാണ്, താങ്കൾ കഴിഞ്ഞ 10 വർഷവും പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അന്ന് കുറയ്ക്കണമെന്ന് അവകാശപ്പെട്ട ഒരാൾക്ക് ഇപ്പോഴും കുറയ്ക്കണമെന്ന് അവകാശപ്പെടാനുള്ള ഒരു ന്യായമുണ്ട്. അപ്പോ അന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നോ? ഞാൻ വിളിച്ചു പറയട്ടായിരുന്നു എന്നാ. എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. പെട്രോൾ ഡീസൽ വിലയൊക്കെ എത്രയെങ്കിലും തവണ കഴിഞ്ഞ എത്ര വർഷമായിട്ട് പൊതുവേദി ഉള്ളതാണ്. അപ്പോൾ പൊതുവേദിയിൽ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൗതം എത്രയോ തവണ വിളിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഗൗതം സർക്കാരിൻ്റെ തെറ്റും ശരിയെയും എല്ലാം ഒരേപോലെ ന്യായീകരിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നും ശരി ചെയ്യുമ്പോൾ അത് ശരിയാണെന്നും പറയുന്ന നിലപാടൊന്നും അല്ലല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. കടുത്ത രീതിയിൽ എന്തിനെ ന്യായീകരിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം ന്യായീകരണങ്ങൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടി എന്ത് ന്യായീകരണം ചമയ്ക്കുന്ന ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം മറുചോദ്യങ്ങളും ഉണ്ടാവും. ഞാൻ എല്ലാം ന്യായീകരിക്കലില്ല. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഗൗതം. അങ്ങനെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, ഇടതുപക്ഷത്തെ അനുകൂലമായും എന്നാൽ വിമർശനവും ഒക്കെ പറയുന്ന നിരവധി പേരുണ്ട്. പക്ഷെ ഗൗതം അങ്ങനെയല്ല. ഗൗതം പലപ്പോഴും വലിയ ന്യായീകരണക്കാരനായിരുന്നു. ഞാൻ ന്യായീകരിക്കലൊന്നുമില്ല. ശരി, എന്നാ ന്യായീകരിച്ചില്ലെങ്കിൽ നല്ലത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. സമാധാന കരാർ നിലവിൽ വന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. $74 അത് ഇനിയും കുറയും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിറ്റുപോകാതിരുന്ന ക്രൂഡ് ഓയിൽ അടക്കമുള്ളതുകൊണ്ട് വിപണിയിൽ, അതുകൊണ്ട് ഇനിയും വില താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് യുദ്ധകാലത്ത് കൂടിയ വില ഇനിയിപ്പോൾ കുറയുമോ? ഇതാണ് നമ്മുടെ ചർച്ച. ശ്രീരാജനാണ് കോഴിക്കോട്. ശ്രീരാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സർ പറഞ്ഞോളൂ. നമസ്കാരം. എണ്ണ വില കുറക്കേണ്ടത് നമ്മളല്ലേ സർ? എണ്ണ വില കുറക്കണം നമ്മൾ ആവശ്യമാണ്. കുറക്കേണ്ടത് നമ്മളോ സാറോ അല്ലല്ലോ. സർക്കാർ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഞങ്ങൾക്ക് അത് ഉപകാരമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇപ്പം തന്നെ എല്ലാത്തിനും വില കയറിക്കഴിഞ്ഞു. നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനവും വില കയറിക്കഴിഞ്ഞു. ഒന്നും കിട്ടാനില്ല. പച്ചക്കറി, ഗ്യാസിന്റെ കാര്യം പ്രശ്നം വേറെ. സാധനം വാങ്ങുമ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ് കൊടുത്ത് പച്ചക്കറി കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറയണം നമ്മൾ ആവശ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവറാം ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശിവറാം, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? ഞാൻ ബാലരാമപുരം. ഓക്കെ. താങ്കൾ നേരത്തെ പൊതുവേദിയിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ മിക്കവാറും നോക്കുമ്പോൾ സ്ഥിരം വിളിക്കുന്ന ആൾക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം മിക്കവാറും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. ശരി, ഓക്കെ. പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. തുടർച്ചയായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് കുറക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നമ്മളെ പെട്രോൾ വില നേരത്തെ ഇതിൽ കൂടുതൽ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പെട്രോൾ വില ഒരു ഇതില് 100 രൂപ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗാർഹിക സിലിണ്ടറിന് 1200 രൂപ വരെ വില ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതും പെട്രോൾ വിലയിൽ അങ്ങനെ കാര്യമായ കുറവൊന്നും ഒരിക്കലും കൂടിക്കൂടി പോകുന്നല്ല. ചെറിയ രീതിയിൽ അങ്ങനെ കുറഞ്ഞാലും പിന്നെയും കൂടിക്കൂടി അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. 1200 രൂപ ഞാൻ വാങ്ങിച്ചു. അല്ല ശ്രീ ശിവറാം, പെട്രോളിന്റെ വില
ഞാൻ ഈ കണക്ക് ആളുകൾ പറയുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വർഷങ്ങളുടെ പെട്രോളിൻ്റെ വില കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ വർഷവും കൂടി വരുന്നതല്ലാതെ ചില ഘട്ടത്തിലൊക്കെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2019 കുറഞ്ഞു. 2019 കുറയാൻ കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്രോൾ ഡീസൽ വില ഒരുമിച്ച് ഒരു 6 രൂപ 5/6 രൂപ കുറച്ചിരുന്നു. അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ ഒന്നും കാര്യമായ ഒരു കുറവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൂടുന്നത് ആനുപാതികമായി കൂടി വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി പക്ഷേ കാര്യമായി കൂടുന്നില്ലായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അല്ല, എന്നാലും എന്റെ ഒരു വിശ്വാസത്തില് കുറപ്പെന്നാണ് എനിക്ക് പ്രതീക്ഷ. അത് ശരി, അത് കുറയ്ക്കാൻ നമ്മുടെ എല്ലാം പ്രതീക്ഷ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കുറച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ആ 2019 തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ മറ്റൊരിക്കലും അങ്ങനെ ഒരു കുറവ് അല്ല, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. $140 ഉണ്ടായിരുന്ന സമയത്ത് പെട്രോൾ വില കുറവായിരുന്നു. പലരും അഭിപ്രായം പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഡോളറിന് എത്ര രൂപയാണ് വില ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. അത് നമ്മുടെ ശിവറാം അത് പറയുമ്പോൾ അന്ന് ഡോളറിന് 40-50 താഴെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് 100ഓളം എത്തുന്നതിന് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലോക രാജ്യങ്ങളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നോക്കം പോയി എന്നതുകൂടിയാണ്. അത് മനസ്സിലാക്കണം. അല്ല നമ്മൾ ആ ഒരു ഫാക്ടറും കൂടി നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ രൂപയുടെ മൂല്യം ഉയരാതിരിക്കുകയും ഡോളറുമായിട്ടുള്ള വിനിമയത്തിൽ നമ്മുടെ തുക താഴോട്ട് വരുന്നത് എന്നതിന്റെ അർത്ഥം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുമായി പിന്നോക്കം പോകുന്നു എന്നതുകൂടിയാണ്. അല്ലല്ല, അതൊക്കെ ശരി തന്നെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് അന്നത്തെ റേറ്റും ഇന്നത്തെ റേറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാധ്യമ ധർമ്മം എന്നുള്ള ഇതിൽ നിങ്ങളൊരു ഫാക്ട് ചെക്ക് നടത്തണം. കാരണം പ്രധാനമന്ത്രി 15 ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ട് കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇത് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ചർച്ച നേരത്തെ വിശദീകരിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പൊതുവ പ്രസംഗത്തിന്റെ പറഞ്ഞ കാര്യമാണ്. അത് ഇട്ടുകൊടുക്കുമെന്നാണ് ഓരോരുത്തരുടെ കയ്യിലേക്ക് 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്താനുള്ള തുക ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അത്തരം പല തർക്കങ്ങളുണ്ട്. എന്തായാലും അത് വിട്ടേ. നിങ്ങൾ അത് ഫാക്ട് ചെക്ക് നടത്തണം. മാധ്യമധർമ്മം എന്നുള്ള ഒരുപാട് ഫാക്ട് ചെക്കുകൾ നടത്തി ഒരുപാട് പറഞ്ഞില്ല. അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോരുത്തർക്കുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കും എന്നല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ വിദേശത്ത് ഉള്ള കള്ളപ്പണം ഇന്ത്യയിൽ എത്തിയാൽ അതെല്ലാം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കിട്ടാനുള്ള തുക ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കൊടുക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു പറയുന്നതിനും അതൊരു ഈ അർത്ഥത്തിൽ നിർത്തിയ ഒരു പ്രസംഗമായിരുന്നു. അല്ലല്ല, അത് അങ്ങനെ ഒരു അക്കൗണ്ടിൽ 15 ലക്ഷം ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. നമുക്ക് ഹിന്ദി അറിയാത്ത ആൾക്കാര് അങ്ങനെ കുറെ പ്രസ്താവന ഇറക്കി നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 15 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ വരാനുള്ള അത്രയും പൈസ കള്ളപ്പണം പുറത്തുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പൊ അത് ആ പണം എന്തെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം കിട്ടാനുള്ള പണം ഉണ്ട്. അതെല്ലാം തിരിച്ചു പിടിച്ചായിരുന്നെങ്കിൽ എത്രയോ പണം ഈ രാജ്യത്തിന് വേറെ പെട്രോളിനും ഡീസലിന് വില കൂട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാം. പക്ഷെ നിങ്ങൾ അത് തിരിച്ചറിയാം. നിങ്ങൾക്കറിയാം, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരുത്തർ പറയുന്നതും രാഷ്ട്രീയം പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയം ഇല്ല. പക്ഷെ ഞാൻ ഇത് ഫാക്ട് ചെക്ക് നടത്തിയതാണ്. ഞാൻ ഇങ്ങനെ പലരും എന്നോട് തർക്കിച്ചിട്ട് ഓക്കെ, എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ ഒരുപാട് നാളുകൊണ്ട് താങ്കളെ ശിവറാം ഇനിയും എന്ത് ചെയ്യുന്നു? ശിവറാം, ഞാൻ റിട്ടയർ ചെയ്ത ആളാണ്. എന്തായാലും നാളെ മുതൽ വിളിക്കൂ. ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളെ രണ്ടുപേരെയും മാറി മാറി വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് വളരെ സന്തോഷം നിങ്ങളെ കിട്ടിയല്ലേ. എനിക്ക് ശ്രീ സൈനബയാണ്, താമരശ്ശേരിയിൽ നിന്നാണ്. ശ്രീമതി സൈനബ, പറഞ്ഞോളൂ താങ്കൾ. പിന്നെ ഈ ഗൾഫില് ഈ യുദ്ധം കാരണം വിഷമം സഹിച്ചു പോണ ആൾക്കാരുണ്ട്. 10 കൊല്ലമൊക്കെ ഗൾഫിൽ നിന്നിട്ട് ഈ കടലുടുക്ക് വഴി കപ്പല് പോകാത്തത് കൊണ്ട് അവർക്ക് കമ്പനിക്ക് പണിയില്ലാത്തത് കൊണ്ട് അവര് നാട്ടിൽ തിരിച്ചു പോന്നിട്ടുണ്ട്. അതൊക്കെ ഇനി തിരിച്ചു വിളിക്കുമോന്നാ ഞാൻ ചോദിക്കുന്നത്. വളരെ വിഷമത്തിലാണ് എല്ലാവരും. അല്ല, ഇനിയിപ്പോൾ യുദ്ധം അവസാനിച്ചതോടുകൂടി ഗൾഫ് വീണ്ടും പഴയ രീതിയിലേക്ക് എല്ലായിടത്തും എത്തുമല്ലോ. അതിനകത്ത് ഇനിയുള്ള പ്രശ്നങ്ങൾ ഇനി വളരെ വേഗത്തിൽ തന്നെ അവസാനിക്കുമല്ലോ. ശരി, ശ്രീമതി സൈനബയാണ്. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓഹരി വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ ഓരോ നിമിഷവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുകളിലോട്ടല്ല താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കുറഞ്ഞു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കൂടിയ വില ഇനി കുറയാൻ സാധ്യതയുണ്ടോ? സാറേ, ഗുഡ് ഈവനിങ്. സാറേ, ഇതുവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞത് കുറച്ചിട്ടുണ്ടോ? നമ്മുടെ സാധാരണക്കാരന്റെ ആ കഴുത്തെ വരികയാണ് ഇതല്ല. എന്റെ അഭിപ്രായം, ഈ ഗവൺമെന്റ്
ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തന്നാണല്ലോ. അവരൊന്ന് ആലോചിച്ചിട്ടേ, സാധാരണക്കാരനെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമാണ് പെട്രോൾ വില വർധന. അതെന്തെങ്കിലും ഒരു കുറവ് വരുമെന്നാണ് സാധാരണക്കാരൻ, നമ്മളെപ്പോലുള്ള പെട്രോളിനെ ആശ്രയിച്ച് തന്നെ കഴിയുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം അതാണ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്നാൽ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഒരു ഇച്ചിരി മുമ്പേ ചർച്ചയിലൊക്കെ പങ്കെടുത്തവർ പറഞ്ഞു മോദി അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ BJPയുടെ ഒരു നേതാവ് പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു. ഇപ്പൊ 12 വർഷമായാലും അവർ 50 രൂപയ്ക്ക് എന്തെങ്കിലും പെട്രോൾ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരൻ എന്ന രീതിയിൽ എന്റെ അഭിപ്രായം, ഗവൺമെന്റ് ഈ കുറയുന്ന അനുസരിച്ച് എന്തെങ്കിലും ഈ സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ശശിരംപിള്ള ഗുഡ് ഈവനിങ് എവരിബഡിയൊക്കെ പറയുന്നു. അങ്ങനെ നമസ്കാരം, കുറേ പേര് ജയകുമാർ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില കൂട്ടിയാലും കുറഞ്ഞാലും മോദി വില കൂട്ടുമെന്നാണ് ജയകുമാറിൻ്റെ അഭിപ്രായം. സുനിൽകുമാർ ഇവിടെ അങ്ങേരോട് ചോദിക്കും മോദി വില കുറയ്ക്കുമോ എന്ന് ശശിരംപിള്ള പറയുന്നു. സുനിൽകുമാർ പറയുന്നു ജയൻ ചേട്ടാ പിള്ളച്ചേട്ടാ നമസ്കാരം എന്നൊക്കെ പറയുന്നു. ട്രംപ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് സമാധാനിക്കാൻ പറ്റേ, ഓരോ ദിവസത്തെ ബ്രാൻഡ് അനുസരിച്ചിരിക്കും യുദ്ധത്തിൻ്റെ പോക്ക് എന്നൊക്കെ ജയകുമാർ പറയുന്നു. ട്രംപിൻ്റെ എൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം ബ്രാൻഡ് എന്ന് പറഞ്ഞെങ്കിലും മറ്റർത്ഥത്തിലാണെങ്കിലും ട്രംപ് നിപ്പിന് അഭിപ്രായം മാറ്റുന്ന ഒരു ലോക നേതാവ് കൂടിയാണ്. എന്നാലും ഇപ്പോൾ അദ്ദേഹത്തിനും ആ രാജ്യത്തിനുമൊക്കെ പലതരത്തിൽ പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ വരും, എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ്, അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന് ശശിരംപിള്ള പറയുന്നു. സുൽകുമാർ പറയുന്നു പിണറായി കാലത്ത് കൂടിയതിൻ്റെ നികുതി ഇപ്പോൾ കുറയ്ക്കണം എന്ന് പറഞ്ഞ സതീശൻ ഇപ്പോൾ കൂട്ടിയ നികുതി 2.2 രൂപ ആർജവമുണ്ടെങ്കിൽ കുറയ്ക്കട്ടെ എന്നൊക്കെയാണ്. അദ്ദേഹത്തോട് സുൽകുമാരോട് ചോദിച്ച ചോദ്യം വേറെയാണ്, പക്ഷെ മറുപടി മറ്റൊന്നാണ്. 20 വർഷം മുമ്പ് ബസ് ചാർജ് 20 കിലോമീറ്ററിനാണ് 15 രൂപയിൽ താഴെയായിരുന്നു, ഇന്നത് 30, അത് കുറയ്ക്കുമോ എന്ന് ചോദിക്കുക. അതെങ്ങനെയാണ് ശ്രീ സുൽകുമാർ കുറയ്ക്കുന്നത്? 20 വർഷം മുമ്പത്തെ റേറ്റിലേക്ക് നമുക്ക് ബസ് ചാർജോ എന്തിൻ്റെങ്കിലും റേറ്റ് കൊണ്ടുവരാൻ കഴിയുമോ? ഒന്നിൻ്റെയും റേറ്റ് അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. അത് കുറയ്ക്കാൻ പറ്റുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില വലിയ കുറവ് ഉണ്ടാവണം. കുറവുണ്ടായിക്കഴിഞ്ഞാൽ എന്നാൽ പോലും 20 വർഷം മുമ്പിലത്തെ വിലയിലേക്ക് മറ്റ് ചിലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കുറയ്ക്കാൻ കൊണ്ടില്ല. അതൊക്കെ മുട്ടാപ്പൊക്കെ ചോദ്യമായല്ലേ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും തെറ്റായ നയങ്ങളെ വിമർശിക്കാൻ ധൈര്യം കാട്ടണം, അത് മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് ശശിരംപിള്ള പറയുന്നു. ഇപ്പോൾ കൂട്ടിയ വില കുറയ്ക്കുമെന്ന് തന്നെ കരുതാം, ബട്ട് കമ്പനികൾ കുറേ ലാഭം ഉണ്ടാക്കിയിട്ടേ അത് നടക്കൂ എന്നാണ് സുൽകുമാർ പറയുന്നത്. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കുറച്ചില്ലേ സുല്ലേ, നിങ്ങൾ പിണറായി 2 രൂപ സെസ്സും കൂടെ കൂട്ടിയപ്പോൾ ഈ നാട്ടിൽ BJP ഇല്ലായിരുന്നോ, അങ്ങോട്ട് പോയി കയറാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അന്നും പ്രതിപക്ഷം ഉറങ്ങിപ്പോയോ ജയൻചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നു. തിരിച്ച് കോൺഗ്രസ്സുകാരോടാന്ന് തോന്നുന്നു. എന്തായാലും അത്തരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്രമായാലും കേരളമായാലും ജനങ്ങളുടെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വില കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ജയകുമാർ പ്രതിപക്ഷം വഴിയിൽ കിടന്ന് തല്ലുകൊണ്ടപ്പോൾ നിങ്ങൾ പിണറായിക്ക് സപ്പോർട്ടായിരുന്നുവെന്ന് BJPയിലെ സുൽകുമാർ ഉദ്ദേശമാണെന്ന് തോന്നുന്നു പറയുന്നത്. കൊടുക്കുമെന്നല്ല, കൊടുക്കാനുള്ള അത്രയും ഉണ്ട് എന്നാണ് അന്ന് മോദി പറഞ്ഞത്. പെട്രോൾ മാത്രം വെറുതെ കിട്ടിയാൽ മതി നിങ്ങൾക്ക് എന്ന് പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിൻ്റെ അത്ര കൂട്ടിയിട്ടില്ലെന്ന് മുരളീധരൻ പറഞ്ഞ സാരോപദേശം ദിവസം 3 നേരമെങ്കിലും ഓർക്കുക എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അങ്ങനെയൊക്കെ ഓരോ ചർച്ചകളൊക്കെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പിന്നീട് ഇവരുടെ തന്നെ ചർച്ചകളാണ് കൂടുതൽ. ഗൗതം പറയുന്നു കൃഷ്ണൻകുട്ടി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശശിരംപിള്ള പറയുന്നു ദൈവമേ കൃഷ്ണൻകുട്ടി ഷിജു കിരീടത്തിന് പോലെ ആയോ മലയാളത്തിന് നേരെ ഇംഗ്ലീഷിലേക്ക് എന്ന് പറയുന്നു. അദ്ദേഹം അതിന് മുകളിൽ ഒരു ഇംഗ്ലീഷ് കമൻറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അജിത് കുമാർ മാറോളി പറയുന്നു 20% എഥനോൾ കലർത്തി മായം കലർത്തി 100% പെട്രോളിൻ്റെ വില വാങ്ങും സർക്കാർ, പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്നു. അത് മറ്റൊന്ന് മായമല്ല, എഥനോൾ കലർത്തി വെക്കുക എന്നത് ശാസ്ത്രീയമായി കൂടുതൽ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയൊക്കെയുള്ള രീതിയും അതോടൊപ്പം തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് കാണുന്നത്. അതിനെ മായം കലർത്തി എന്ന് പറയുന്നത് ശരിയല്ല, അത് ഒറിജിനലായി സർക്കാരിൻ്റെ നിയമാനുസൃതം ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അതനുസരിച്ച് വില വേണമെങ്കിൽ കുറയ്ക്കാം. എഥനോളിന് മറ്റേതിന് അത്ര വിലയില്ലാത്തത് കൊണ്ട് അത് വില കുറയ്ക്കാവുന്നതാണ്. അതനുസരിച്ച് കുറയ്ക്കണം എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യം പൊതുവായി പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സമാധാന കരാർ നിലവിൽ വന്നതല്ലേ ഉള്ളൂ, ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു വരുന്നു, അല്പസമയം കൊടുത്തുകൂടെ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. അല്പസമയമല്ല, ഇച്ചിരി ദീർഘസമയം കൊടുത്താലും എനിക്കായാലും നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും അത് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഇങ്ങനെ കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് നമ്മൾക്കും കുറഞ്ഞു കിട്ടും എന്നൊരു പ്രതീക്ഷ. കൂടിയപ്പോൾ നമ്മൾ കൂടിയ വിലയ്ക്ക് നമുക്ക് വാങ്ങേണ്ടി വന്നു, സർവ്വതിനും വില കൂടി. അപ്പോൾ അത് കുറഞ്ഞാൽ സാധാരണക്കാരെ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ചിലപ്പോൾ 2-3 രൂപ കുറയ്ക്കുമായിരിക്കും, എങ്കിലും ആനുപാതികമായി കുറയ്ക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് അജിത് കുമാർ പറയുന്നത്.
എന്തായാലും അത്തരം കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വന്ന് ഈ ചർച്ച തുടരാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പശ്ചിമേഷ്യയിൽ സമാധാനം വന്നു, സമാധാന കരാർ നിലവിൽ വന്നിരിക്കുന്നു. അത് യുദ്ധ സാഹചര്യത്തിൽ കൂടിയ പെട്രോൾ, ഡീസൽ, LPG വിലയൊക്കെ ഇനി കുറയുമോ എന്നുള്ള ഒരു പ്രതീക്ഷ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ട്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെബാസ്റ്റ്യനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ പറയുന്നത് ഇനി പെട്രോളിനും ഡീസലിനും വില അവർ കുറയ്ക്കരുത്. നമ്മളെ കൊള്ളയടിക്കാൻ മുഴുവൻ കൊള്ളയടിച്ച് വെച്ചിരിക്കുക. ഒരു ദോശയ്ക്ക് 5 രൂപ കൂട്ടി, ഒരു ചായക്ക് 5 രൂപ കൂട്ടി. സാറേ, എനിക്ക് പറയാനുള്ള ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇനി അന്താരാഷ്ട്ര വിപണിയിൽ കുറയരുത്. അതായത് നമ്മളെ കൊള്ളയടിച്ച് ഇപ്പം തന്നെ വെച്ച് ഇത് ഇനി ഇവർ കുറയ്ക്കത്തില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പശ്ചിമേഷ്യ യുദ്ധം അവസാനിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് പഴയതുപോലെ ആവാൻ പോകുന്നു. എണ്ണക്കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല രീതിയിൽ നേരത്തെ എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് വരാൻ പോകുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിയുന്നു. 100ഉം 110ഉം ഡോളർ ഉണ്ടായിരുന്നത് 60ഉം 65ലേക്കും നീങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ എണ്ണ വില കുറയണമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എണ്ണ വില കുറയണം. ഈ എണ്ണ വില വർദ്ധിക്കാൻ കാരണം യുദ്ധമായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് കൊണ്ടായിരുന്നു. അപ്പൊ അതേ പഴയ രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇടപെട്ടുകൊണ്ട് അത് കുറക്കണമല്ലോ, വില കുറക്കണമല്ലോ. വില കുറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രൂക്ഷമായ വിലക്കയറ്റം എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും, ഹോട്ടൽ മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും പിന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഭക്ഷണം പോലും കഴിക്കുന്നത് അമിത വില കൊടുത്താണ്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നത് അമിത വില കൊടുത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലഭ്യത കുറവുകൊണ്ടാണ്. ഇനി ലഭ്യത പഴയ പോലെ ആവുകയാണെങ്കിൽ ആ രീതിയിലേക്ക് വരണമല്ലോ. പാവപ്പെട്ട ആളുകളും പിന്നെ ഇടത്തരക്കാരായ ആളുകളും ജീവിത രണ്ടമറ്റം മുട്ടിക്കാൻ വേണ്ടി പടാപ്പാടുപെടുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ജനകീയ ഗവൺമെന്റ് ജനക്ഷേമം മനസ്സിലാക്കിക്കൊണ്ട് ഭരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റുകളൊക്കെ ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ ഇടപെട്ടുകൊണ്ട് ജനാഭിലാഷം മാനിച്ചുകൊണ്ടും ജനങ്ങളുടെ ഇഷ്ടം മാനിച്ചുകൊണ്ടും നല്ല രീതിയിലേക്ക് ഈ ഒരു സാഹചര്യത്തെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും എണ്ണവില കുറയും. എണ്ണവില കുറക്കണം, ജീവ കുറക്കണം. എല്ലാ രീതിയിലുള്ള നല്ല ഒരു കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ വരുമ്പോൾ തീർച്ചയായും നമുക്കൊക്കെ എല്ലാവർക്കും ഗുണകരമായ രീതിയിലേക്ക് അത് വരികയും തന്നെ ചെയ്യും. ഏതായാലും സന്തോഷത്തിന്റെ ഒരു വെള്ളപ്പുക പശ്ചിമേഷ്യയിൽ കാണുന്നുണ്ട്. പക്ഷെ ട്രംപാണ് പറയുന്നത്. ട്രംപിന്റെ വർത്തമാനം നേരത്തെ കിരൺ പറഞ്ഞതുപോലെ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിലപാടിങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആളാണ്. എന്നിരുന്നാലും ഇപ്പോൾ പൊതുവെ ഒരു ധാരണ എല്ലായിടത്തും ഉണ്ട്. ഇത് ഒരു അവസാനിക്കേണ്ടതാണ്. കാരണം അവരും പരാജയത്തിലാണ്, എല്ലാ നിലയിലും പരാജയപ്പെടുന്നു എന്ന് വിലയിരുത്തലുകളാണ് നിരീക്ഷകരിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവുക. പ്രവാസികളുള്ള വീടുകളിലൊക്കെ സന്തോഷമാണ്. വീട്ടമ്മമാർക്കും മറ്റെല്ലാവർക്കും യുദ്ധം അവസാനിക്കുന്നു എന്ന്. രണ്ടാമത് ഇവർക്ക് ഗ്യാസും ഒന്നും കിട്ടുന്നില്ലല്ലോ. ഭക്ഷണ പാചകം 45 ദിവസം കാത്തിരിക്കാൻ ഒരു സിലിണ്ടർ കിട്ടണമെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ചിലപ്പോൾ ഫലവത്താവുമോ എന്നുള്ള സന്തോഷവും അവരുടെ മനസ്സിലൊക്കെ അത് നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ വരട്ടെ. എന്താ കിരൺ എന്താണ് പറയുന്നത്? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആനുപാതികമായ ഒരു കുറവ് നമ്മുടെ ഈ വിപണിയിലും ഉണ്ടാവുമോ? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള സാറേ, ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള സർക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ വില കൂടിയ സമയത്ത് വന്നിരിക്കുന്ന ഈ ഭാഗം ഇപ്പൊ ഇത് വില കുറച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ തോന്നുന്നത് ഇപ്പൊ സർക്കാരിനോട് നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഇപ്പൊ സർക്കാരിനോട് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ വില കുറയാൻ സാധ്യത ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ
നമുക്കറിയാലോ, അധികാരത്തിൽ വന്ന് 50 രൂപ ഡീസലിന് വില കുറയുമെന്ന് തരുമെന്ന് പറഞ്ഞാൽ 50 പൈസ മാസം കൂട്ടണമെന്ന് UPA സർക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സർക്കാർ 50 പൈസയ്ക്ക് പോലും വേണ്ട, 1 പൈസ പോലും കൂട്ടുകളും വേണ്ടി അധികാരത്തിൽ സർക്കാരിന്. അതിനുപരിയായിട്ട് എന്റെ ഓർമ്മ ശരിയാണ്, 2020 ബാരലിന് 19 രൂപ 20 രൂപ ബാരലിന് വന്നപ്പോഴും NDA സർക്കാർ വിറ്റത് 70 രൂപ 73 രൂപ നിലക്കിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇത്തരം സർക്കാരുകൾ ചെയ്ത ഈ സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ കുറയുമ്പോൾ കുറയ്ക്കുകയും കൂട്ടുമ്പോൾ കൂട്ടുകയും ചെയ്യണം. പക്ഷെ ഇതെന്താണ്, എണ്ണക്കമ്പനികളെ വളർത്താൻ അവർക്ക് നഷ്ടമാണ്. അവർക്ക് നഷ്ടം നമ്മുടെ സർക്കാരിൽ ജനങ്ങളുടെ പിടിച്ചു പറിച്ചല്ല അവർക്ക് നഷ്ടം നടത്തുന്നത്. നമ്മളിൽ നിന്നുള്ള കാര്യം, ജനങ്ങളാൽ വരുന്ന കാര്യങ്ങൾ സർക്കാർ നോക്കി ചെയ്തിട്ട് അവരെ കോർപ്പറേറ്റുകളെ വളർത്താനോ ഒന്നുമല്ല നോക്കുക. അവർക്ക് ചിലപ്പോൾ കിട്ടും, ഇലക്ഷൻ കാലത്ത് ഫണ്ടുകളും പിരിവുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ സർക്കാർ ഒരു കാരണവശാലും ഇത് വില കുറയ്ക്കോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇതിനു വേണ്ടി യുദ്ധം നടത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഡേവിഡ് വിജയ് ആണ്, ജാംനഗറിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. അതെ, ഈ പറയുന്നവരുടെ മുഴുവൻ അഭിപ്രായം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി വന്നു നിറഞ്ഞു എന്നുള്ളതാണ്. 500 കപ്പലുകളാണ് അവിടെ പേർഷ്യൻ ഗൾഫിൽ പുറത്തോട്ട് കിടക്കാൻ കാത്ത് നിൽക്കുന്നത്, അറിയോ? 500 ഷിപ്സ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇതങ്ങോട്ട് പുറത്തേക്ക് ഈ കപ്പലുകളൊക്കെ കൂടി എടുക്കണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൈൻ പാകിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടിയൊക്കെ പോയിട്ട് ഇനി മോഡിക്ക് പോയി കേൾക്കണം. കപ്പൽ അത് അറിഞ്ഞുകൊണ്ട് അതിന്റെ മുകളിൽ കൂടി പോയി നോക്കാം. ആ മൈൻ ക്ലിയറൻസിന് എത്ര മാസം എടുക്കും? ഒരു 3 മാസം കൊണ്ട് ഇതെല്ലാം കൂടി ഒരു വാശിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു വാശിക്ക് മൈൻ എടുത്ത് നിർവീര്യാക്കാനൊന്നും പറ്റില്ല. ഇവർ രണ്ടുപേരും കൂടി കാണിച്ചു വെച്ചിരിക്കുന്ന അത് പരിപാടി. പിന്നെ ഇന്ത്യയിൽ എന്തോ അവിടെ ഇരിക്കണമെന്റെ ആയുസിന്റെ ബലം കൊണ്ട് 1-2 കപ്പൽ ഇങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും രസം ഇങ്ങോട്ടൊക്കെ കൂടി വന്നു. പിന്നെ അത് മാത്രമല്ല, ചിലവർ പറഞ്ഞു ഗ്യാസിന്റെ വില ഇപ്പൊ കുറച്ച്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ലോകത്തിന്റെ ഭാഗമല്ലേ ഇന്ത്യ. ഖത്തറിൽ നിന്നാണ് നമ്മൾ കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഇങ്ങോട്ട് വരുന്നത്. ഖത്തറിന്റെ ആ ഫെസിലിറ്റി അവരന്ന് മിസൈൽ എന്തായിട്ട് പേര് സാധനം അടിച്ചു കഴിഞ്ഞിട്ട് അത് 6 മാസമെങ്കിലും എടുക്കും അത് റെക്ടിഫൈ ചെയ്യാനായിട്ട്. അതുവരയ്ക്ക് കൂടിയ വിലയ്ക്ക് നാച്ചുറൽ ഗ്യാസ് മേടിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇപ്പൊ 50 രൂപയ്ക്ക് കൊടുക്കും, 50 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കാതെ ഡേവിഡ് വിജയ്, അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ആളുകളുടെ ഒരു പ്രതീക്ഷ അവിടെ വില കുറയാൻ തുടങ്ങി. കഴിഞ്ഞ ജൂൺ 5 മുതൽ തന്നെ എവിടെ കുറയാൻ തുടങ്ങി? അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മൾ കരുതൽ ശേഖരം ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ വച്ചിരിക്കാൻ. അല്ല, ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ജൂൺ 5-നാണ് ഇവർ രണ്ട്, ഇറാനും അമേരിക്കയും തമ്മിൽ, ഇറാന്റെ അവിടുത്തെ സ്പീക്കറും അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് JD വാൻസും ഒക്കെ ഡിജിറ്റൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീടും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അത് കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു. അന്ന് മുതൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കുറവ് വന്നു. ഇപ്പോൾ $112 വരെ ഉയർന്നത് $74 ഇത് ഇപ്പോൾ നാളെ തന്നെ ഇവിടെ പ്രതിഫലിക്കുമെന്നല്ല പറഞ്ഞത്. ചിലപ്പോൾ ഒരു മാസം മുമ്പ് കൊടുത്തതായിരിക്കും, ഓർഡർ നൽകിയതായിരിക്കും. അതൊക്കെ പ്രതിഫലിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. അതെടുത്താലും നമ്മുടെ ഈ കുറവിനനുസരിച്ച് ഒരു കുറവ്, നമ്മുടെ കൂട്ടിയ വില കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷ ജനത്തിനില്ലേ? അപ്പോൾ ജനം സ്വാഭാവികമായും അത് ആഗ്രഹിക്കില്ലേ? അത് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഉറക്കെ പറ്റില്ല. കാരണം ആ ഷിപ്പുകൾ കടന്ന് 500 എണ്ണം അവിടെ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, അതിപ്പോൾ അവിടെ സമാധാനം വന്നു കഴിഞ്ഞാൽ 500 എണ്ണത്തിന് ആ തിരക്ക് 1-2 ആഴ്ച കൊണ്ട് പരിഹരിക്കാവുന്ന തിരക്കല്ലേ ഉള്ളൂ. അല്ലാതെ അതിന് എത്രയോ മാസങ്ങളൊന്നും നീളുന്ന തിരക്കല്ല. കൂടിയാൽ ഒരു മാസം കൊണ്ട് പരിഹരിക്കില്ല. അവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ നിയന്ത്രിതമായ അളവിൽ, ഈ മൈൻ ഇല്ലാത്ത സ്ഥലത്തൂടെ നിയന്ത്രിതമായ അളവിൽ ഇപ്പോൾ തന്നെ കപ്പലുകൾ പാസ് ചെയ്യുന്നുണ്ടല്ലോ. വളരെ പ്രയാസമാണ്. അതിനെ ഡീമൈൻ ചെയ്യണം. അടിയിലൊക്കെ മൈൻ കിടക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ശരിയാണ്, താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ്. ആ മൈൻ ബലവും പൊട്ടിക്കഴിഞ്ഞാൽ നാളെ മൈൻ പൊട്ടിയതിന്റെ പേരിൽ ഇറാനിൽ കൊണ്ട് ബോംബിട്ടില്ല, ട്രംപിനോട് പ്രതിഷേധിച്ചില്ല. ഈ പറയുന്ന വ്യക്തികൾ അത് സാങ്കേതിക കാര്യങ്ങൾ നോക്ക്. ഗ്യാസ് വീണ്ടും കിട്ടാൻ വളരെ താമസിക്കും. 6 മാസമെങ്കിലും ഇരിക്കും ഖത്തറിൻ്റെത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് തുറന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അടുത്ത നടപടികളിലേക്ക്. $70 അവിടെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വലിയ ജനസംഖ്യ നമുക്ക് അതുമാതിരി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ചൈന കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പറയുന്നവർക്ക് വെറുതെ കുറ്റം പറയാം. അത് അവിടെ കുറച്ചുകൊണ്ട് ഇവിടെ കുറച്ചില്ല. ഇതൊക്കെ വന്ന് ഇവിടെ അല്ല, നമ്മൾ കുറച്ചില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ കുറയ്ക്കാനുള്ള സമയമായില്ല. കുറയ്ക്കുമോ എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്ന ആളുകൾ. മിനിമം 3 മാസം എടുത്തിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് അറിയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ട്രംപിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, അഗ്രി ടു ഡിസഗ്രി ഓർ ഡിസഗ്രി ടു അഗ്രി. ഒന്ന് യോജിപ്പിലെത്താൻ സംബന്ധിച്ച അതിന്റെ മലയാളം കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെയാണ് ഈ നാളെ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞിരിക്കുന്ന എന്താണ് ആറ്റമിക് അവരുടെ ഇത് അതിന്റെ യുറേനിയം ശേഖരം മറ്റൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് നരകമഴ പെയ്യിക്കുമെന്നാണ് പറഞ്ഞത്. നരകമഴ പെയ്യിക്കുമെന്നാണ്. അത് തന്നെ, അതൊക്കെ തന്നെ അങ്ങനെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് പലതും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും
പുള്ളിയുടെ ഇത്തരം പ്രസ്താവനകളൊക്കെ വിചിത്രമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇതിനോട് യോജിച്ചിട്ടില്ല. കാരണം അവിടുത്തെ ഹിസ്ബുള്ള അവർ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പിന്മാറുന്ന പ്രശ്നമല്ലേ, എഗ്രിമെന്റിൽ ഞങ്ങൾ പങ്കാളികളല്ല. അതുകൊണ്ട് ഓയിലിനൊന്നും ഇനി അടുത്ത കാലത്ത് ഒരു 3 മാസത്തേക്ക് ഒരു കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ നോക്കണ്ട. കാരണം ഡിമൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോസസ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ കുറയുന്നതിനനുസരിച്ച് ഒരു കുറവ് ഇന്ത്യയിലും സ്വാഭാവികമായും പെട്രോളിനും ഡീസലിനും LPGക്കും എല്ലാം വരാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ, യുദ്ധം തീർന്നെങ്കിലും അതിന്റെ കരാറുകളും തടസ്സങ്ങളും മാറിയിട്ടില്ല സാർ. അതില്ല, അത് ഇനി ക്രമേണ മാറണം, ഇതിനെല്ലാം സമയമെടുക്കും. സാർ തീർച്ചയായിട്ടും വില കുറയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ 10 രൂപയുടെ തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വില വീണ്ടും എന്താണെന്ന് വെച്ചാൽ ഈ നിലയിൽ തന്നെ കുറച്ച് നാൾ തുടരും. 10 രൂപ തിരിവ് കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനിടയ്ക്ക്. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ ജനങ്ങൾക്കൊരു പ്രയോജനകരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിയന്തരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് സാർ എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് വളരെ വേഗത്തിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനിടയിൽ നമുക്ക് കുറച്ച് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ എന്തായാലും വായിക്കാം. സുനിലെ, കണക്ക് കൂട്ടുമ്പോൾ ആലോചിച്ച് പറയണം. ഒരു കുറ്റി ഗ്യാസ് കൊണ്ട് ലക്ഷങ്ങളുടെ കച്ചവടം നടന്നാൽ 10,000 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ആണ് ശശിധരൻ പിള്ള പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കുറ്റി ഗ്യാസ് ചിലവുള്ള ഹോട്ടൽ ഗ്യാസിന് 1000 രൂപ കൂടിയപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസിനും വില കൂട്ടി 5000 മുതൽ 10,000 വരെ കൂടുതൽ ഉണ്ടാക്കുന്നു. ഇതിനെതിരെ ആരും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനുള്ള മറുപടിയാണെന്ന് തോന്നുന്നു. വില കൂട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ചിലപ്പോൾ ആനുപാതികമായിട്ട് അല്ലാതെയുമൊക്കെ ആളുകൾ വില കൂട്ടാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അത്തരം ചില തർക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. യുദ്ധം തുടങ്ങി ക്രൂഡ് ഓയിൽ വില കൂടിയ ശേഷവും മാസങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യയിൽ വില കൂട്ടിയത്. അതുപോലെ തന്നെ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തുമ്പോൾ വില കുറയുമെന്നാണ് ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നത്. ബാബുരാജ് കളവ് പറയില്ല, യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ വില കൂടുക തന്നെ ചെയ്തു, കണക്കുകൾ വേണമെങ്കിൽ തരാമെന്ന് ശശിധരൻ പിള്ള പറയുന്നുണ്ട്. എന്തായാലും ട്രംപിൻ്റെയും മോദിയുടെയും കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. ശശിധരൻ പിള്ള പറയുന്നത് ഡേവിഡ് വിജയ് പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇദ്ദേഹമാണ് വിദേശകാര്യമന്ത്രി. അങ്ങനെയല്ല ശ്രീ ശശിധരൻ പിള്ള, അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ അവിടെ കരാർ നിലവിൽ വന്നു എന്ന് കരുതി നാളെ മുതൽ എല്ലാം സുഗമമായി പോവില്ല. ഈ മൈനുകൾ നീക്കം ചെയ്യാനുള്ള സമയമെടുക്കും. ഈ കപ്പലുകൾ അവിടെ 500ഓളം കപ്പലുകൾ കാത്തുകിടപ്പുണ്ട്. ആ കപ്പലുകൾക്ക് സുഗമമായി പോകുന്ന രീതിയിലേക്ക് വഴിയൊരുക്കാൻ ആ ഒരു യുദ്ധത്തിൻ്റെതായ എല്ലാ തടസ്സങ്ങളും ഉണ്ടല്ലോ, ആ തടസ്സങ്ങളൊക്കെ നീക്കി വരാൻ സ്വാഭാവികമായും കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ അത് ഇനി വേഗത്തിൽ നടക്കും എന്നുള്ളതാണ്. അത് അദ്ദേഹം അങ്ങനെ സ്വാഭാവിക പ്രക്രിയ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം, അല്ല നാളെ തന്നെ കുറയില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആകെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം പറഞ്ഞതാണത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. പാക് അധിനിവേശ കാശ്മീർ എന്നും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും അറിയപ്പെടുന്നത്. 1994 ഇന്ത്യൻ പാർലമെന്റ് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വന്നു. പശ്ചിമേഷ്യൻ യുദ്ധം കൂട്ടിയ ക്രൂഡ് ഓയിൽ വില നമ്മുടെ വിപണിയെയും ഇന്ധനവില വർധനവിൻ്റെ രൂപത്തിൽ ബാധിച്ചിരുന്നു. ഇനിയിപ്പോൾ സമാധാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് കുറയുന്നതനുസരിച്ച് നമുക്കും അങ്ങനെ ഒരു കുറവുണ്ടാകുമോ? ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മനോജനാണ് പയ്യോളിയിൽ നിന്നും. ശ്രീ മനോജൻ, താങ്കൾക്ക് പറയാം. അതെ, മനോജൻ പയ്യോളിയിൽ നിന്നാണ്. ശരി, എന്ത് ചെയ്യുന്നു മനോജൻ? ഞങ്ങൾ കൂലിപ്പണിക്കാരനാണ്. ശരി, ഓക്കെ. പയ്യോളിയിലാണല്ലേ വീട്? അതെ അതെ. ശരി, ഓക്കെ. മനോജൻ പറഞ്ഞോളൂ താങ്കൾ. സാറേ, പശ്ചിമേഷ്യൻ സംഘർഷമെല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡിയായി. നമ്മളെ പ്രധാനമന്ത്രിന്റെ മനസ്സ് യുദ്ധം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാല് അത്രയും പൈസ കൂട്ടി പെട്രോള്, പിന്നെ ഡീസല്, ഗ്യാസ്, അത്രയും സാധാരണക്കാരനായ ആൾക്കാർക്ക് പൊറുതി മുട്ടി നിൽക്കുക. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് പോലും ഒരു പൈസ കുറയ്ക്കാനുള്ള സംവിധാനം അത് കരാറ് നിലവിൽ വന്ന് അതേ ഉള്ളൂ. അത് കുറയ്ക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയില്ല. അത് കുറയ്ക്കേണ്ട ഒരു സമയത്തിലേക്ക് അങ്ങനെ അവിടെ കുറയുന്നതിന്റെ അന്ന് തന്നെ ഇവിടെ കുറയ്ക്കാൻ ദിവസം ഇത് മേടിച്ച് ചെയ്യുന്നതല്ലല്ലോ. അത് അടുത്ത സ്റ്റെപ്പിൽ കുറയ്ക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു കുറയ്ക്കണം എന്നുള്ളതാണ് ആവശ്യവും പ്രതീക്ഷയും. അല്ല, കുറയ്ക്കണല്ലോ. കാരണം വെച്ചാൽ യുദ്ധം പൊട്ടിയ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ പൈസ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് കൂട്ടിയത്. ഇത് കുറച്ചൊന്നുമില്ല. കാരണം എന്താ പറയുക, ഇത് അംബാനി അദാനി ഇവർക്ക് വേണ്ടി മാത്രമുള്ള സർക്കാരാണ്. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള സർക്കാരൊന്നല്ല. അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും പഠിച്ചു തുടങ്ങി.
ഇപ്പൊ ഒരു ചില്ലറ പൈസ എന്റെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2000 രൂപയോ 3000 രൂപയോ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് 5000 രൂപ ജനങ്ങളുടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഗ്യാസിന്റെ സ്ഥിതി എന്താ? ഈ ഗ്യാസിന്റെ സ്ഥിതി കൊണ്ടെന്താ വെച്ചാൽ ഈ ഷോപ്പുകാരും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് 1000 രൂപയാണ് ഇപ്പൊ അവർക്ക് കൂടിയിട്ടുള്ളൂ. ഓരോ ഇപ്പൊ വ്യക്തിന്റെ അടുത്ത് 5-6 രൂപ ഒരു കടീന്റെ മുകളിൽ നിന്ന് കൂട്ടി വില കൂട്ടിയിട്ടുണ്ട്, ഒരു കടീന്റെ മുകളിൽ. അപ്പോ ഒരു ദിവസവും പിന്നെ ഒരു സിലിണ്ടർ ഒന്നും ഫുള്ളായിട്ട് തീരില്ലല്ലോ. ഷോപ്പുകാർ ഒരു കച്ചവടക്കാരൊക്കെ പലരും ഈ പറയുന്നത് പോലെ അവർക്ക് ആനുപാതികമായിട്ടല്ല. ഇപ്പോൾ പാലിന് 2 രൂപ 4 രൂപ വില കൂട്ടിക്കഴിഞ്ഞാൽ, ലിറ്ററിന് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ ചായക്കും 2 രൂപ വെച്ച് കൂട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചിലര് റെയ്ഡ് നടക്കണം, എല്ലാ ഷോപ്പിലും റെയ്ഡ് നടക്കണം. അതിനാണല്ലോ നമ്മള് സാധാരണക്കാരനെ പിന്നെ നികുതി പണം വാങ്ങിയിട്ട് ഇത്ര ഉദ്യോഗസ്ഥന്മാരെല്ലാം വെച്ചേ. അപ്പൊ അതുപോലും നോക്കാനുള്ള ഒരാള് ഈ ഇന്ത്യ മഹാരാജ്യത്തും ഇല്ല, ഇപ്പൊ കേരളത്തിലും ഇല്ലാത്ത ഒരവസ്ഥയായി. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ സാറ് പറയുമ്പോ ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അങ്ങനെ പറയുന്നത് പറയാം. അതല്ല, പൊതുവെ ജനങ്ങൾ തന്നെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ജനങ്ങളിപ്പം കാണുന്നുണ്ട്, കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ 12 വർഷം ഭരിച്ചിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? ഒരൊറ്റയടിക്ക് 1000 രൂപ കൂട്ടി ഒരു സർക്കാർ വന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടില്ല. എന്താ സംഗതി? മാത്രമല്ല ഈ സാധനവും കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. ഗ്യാസിന് ഇപ്പൊ നോക്കി 400 അല്ല ഈ ഹോട്ടലിന്റെ മനസ്സിലായി ഞാൻ എന്താണെന്ന് മനസ്സിലാവില്ല ചോദിച്ചു. അതെ അതെ അതെ, ശരി ശരി. അപ്പൊ അതാണ് അവസ്ഥ. ശരി മനോജ്. സാധാരണക്കാർ മണിമലയിൽ നിന്ന് ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്ന മെക്കാനിസം എന്തെന്ന് അറിയാത്തവരാണ് ഈ വിളിച്ച് പലരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരുടെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും സംസാരിച്ചത്. അതായത് ഓയിൽ പൂൾ മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം സർക്കാരിനുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സമയത്ത് കൂടുതലായിട്ട് കിട്ടുന്ന പൈസ, പെട്രോളിനും ഡീസലിനും കിട്ടുന്ന പൈസ ആ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ആ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്ന സമയത്ത് ആ അക്കൗണ്ടിൽ നിന്ന് പൈസ തിരിച്ചെടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, ഓരോ ബജറ്റിലുമായിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റിലായിരുന്നു പെട്രോളിന്റെ ഡീസലിനെ വില നിശ്ചയിക്കുന്നത്. അതായത് വർഷത്തിലൊരിക്കൽ. ആ വർഷത്തിലൊരിക്കൽ വരുന്ന ക്രൂഡ് ഓയിലിന്റെ വില വ്യത്യാസം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഓയിൽ പൂൾ മെക്കാനിസത്തിൽ നിന്നായിരുന്നു. ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സർക്കാർ എടുത്തു കളഞ്ഞ ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ഓയിൽ കമ്പനികൾ വരാൻ തുടങ്ങിയപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എടുത്തു കളഞ്ഞത്. എന്നിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തത് പെട്രോളിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഓയിൽ കമ്പനിക്ക് നൽകി, ഡീസലിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം സർക്കാർ അവരുടെ കയ്യിൽ വെച്ചു. അത് BJP സർക്കാർ വന്നു കഴിയുമ്പോൾ അതും കൂടെ ഓയിൽ കമ്പനിക്ക് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഓയിൽ പൂൾ മെക്കാനിസം, ആ പ്രൈസിംഗ് മെക്കാനിസം എടുത്തു കളഞ്ഞപ്പോ ഈ ആരെയും ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ഓയിൽ പൂൾ മെക്കാനിസം ബാധകം ആയിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്ക് പിന്നെ സർക്കാർ എന്താണ് പറഞ്ഞത്? ഓരോ ദിവസവും ക്രൂഡ് ഓയിലിന്റെ വില പത്രത്തിൽ വന്നാൽ ആ ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ചായിരിക്കും ആ ദിവസം പെട്രോളിന്റെ വില നിശ്ചയിക്കുക. അങ്ങനെ ഓരോ ദിവസവും പെട്രോളിന്റെ ഡീസലിന്റെ വില നിശ്ചയിക്കുന്ന ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ എങ്ങനെ ഇല്ലാതായതും സർക്കാരിന്റെ സ്വാർത്ഥത കൊണ്ടാണ്, ഭരിക്കുന്നവരുടെ സ്വാർത്ഥത കൊണ്ട് സാധാരണക്കാരെ ഇനി ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരൂ. ഇപ്പോഴത്തെ വിഷയമാണ് പറയുന്നത്. അതായത് ഈ ക്രൂഡ് ഓയിലിന് $75 ഉണ്ടായിരുന്ന വില 110 പോയപ്പോ അവർ പെട്രോളിന്റെ വില 115 രൂപയാക്കി. അതേപോലെ തിരിച്ച് ക്രൂഡ് ഓയിലിന്റെ വില 75 വന്നപ്പോ ഏതാണ്ട് 30% കൂട്ടിയത്. ക്രൂഡ് ഓയിലിന്റെ വില 30% കുറയുമ്പോ പെട്രോളിന്റെ വില 30% കുറച്ചു കഴിഞ്ഞാൽ വർധനവ് വരുത്തി എന്നുള്ളത് ശരിയാണ്. അത് 5 രൂപ 6 രൂപ 7 രൂപ ഒക്കെ വർധനമാണ്. അത് 30% ചോദ്യം. ശതമാനത്തിൽ കണക്ക് വർധനം പറയണം. അല്ല, ശതമാനക്കണക്കിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശതമാനക്കണക്കിൽ വരുമ്പോഴായാലും ആ ശതമാനത്തിലുള്ള ഇപ്പോൾ 100 രൂപയ്ക്ക് ഉണ്ടായിരുന്നത് 107 രൂപ 108 രൂപയിലേക്ക് വന്നു. ഈ 30% വർധനവ് വരുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ക്രൂഡ് ഓയിലിന്റെ ആകെ വിലയിലും ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ക്രൂഡ് ഓയിലിന്റെ വില $110 ആയിരുന്നപ്പോഴാണ് ഈ 115 പെട്രോളിന്റെ വില എത്തിയത്. ഈ അടുത്ത നാൾ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില 75 ആയിട്ട് കുറഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ക്രൂഡ് ഓയിലിന്റെ വില അന്ന് കൂടിയതിന് ആനുപാതികമായി പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടിയില്ല. 30% കൂട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ എഴുതി കൂട്ടെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എഴുതി കൂട്ടേണ്ട കാര്യമില്ല. അതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ക്രൂഡ് ഓയിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില നമുക്ക് ഓരോ ദിവസവും വില കൃത്യമായിട്ട് ഉണ്ടല്ലോ. അത് നോക്കിയാൽ തന്നെ അറിയാം വില ഒരുപാട് കൂടിയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ കൂട്ടിയത് അത്രയും 30% കൂട്ടലുണ്ടായില്ല എന്ന് മാത്രം കണക്ക് മാത്രമാണ് പറഞ്ഞത്. ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പൊ 30% കുറഞ്ഞു.
അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, സമ്മതിച്ചു. ഓക്കെ. എന്തായാലും 30% ക്രൂഡ് ഓയിലിന്റെ വില കൂടിയപ്പോൾ 30% പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയില്ല. അതുകൊണ്ട് 30% എന്താണ് കുറയ്ക്കണമെന്ന് പറയുന്നതിൽ എന്താണ് എനിക്ക് എന്റെ കണക്ക് ലോജിക്കെന്ന് മനസ്സിലായി. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ തർക്കിക്കുമ്പോൾ അടുത്തൊരു 10 ദിവസം എല്ലാ ദിവസവും ക്രൂഡ് ഓയിലിന്റെ വില എഴുതി വെക്കുക, ആ പെട്രോളിന്റെ വിലയും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മളെ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോട്ട് ഏതെങ്കിലും ഒരു സൈറ്റിലോട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് കൃത്യമായ കണക്കുകളെല്ലാം എല്ലാ ദിവസവും ഇതിന്റെ കണക്കുകൾ ഒരുപാട് സൈറ്റുകൾ കൃത്യമായി തന്നെ കണക്കുകൾ വരുന്നതാണ്. ശരി, ഓക്കെ. ജയകുമാറാണ് ചിറയൻകീഴിൽ നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് വേഗത്തിൽ പറയാം, നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ജയകുമാറിൻ്റെ ടെലിഫോൺ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വില ആനുപാതികമായി ഒരു കുറവ് നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പങ്കുവച്ചത്. അങ്ങനെ കുറയ്ക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞവരും അങ്ങനെ കുറയ്ക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അവരാഗ്രഹം കുറയ്ക്കണമെന്ന് തന്നെയാണ്. ജനത്തെ സംബന്ധിച്ചിടത്തോളം ജനത്തിന് അവരുടെ ജീവിതം മഹാഭൂരിപക്ഷം പേരും വരുമാനത്തിനെ കൊണ്ട് ഒരു തരത്തിൽ ഓരോ മാസവും കടന്നുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയല്ല. അതിന് സാധാരണക്കാരായാലും ഇടത്തരക്കാരായാലും ഏറ്റവും ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരായാലും അവരെല്ലാം പലതരത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. അവരുടെ ജീവിത പ്രയാസം കുറച്ചു കൊടുക്കുക ഏത് സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരുകളൊക്കെയും കാണിക്കുമെന്നും നമ്മുടെ ജീവിത ചെലവ് കുറച്ചു തരും എന്നും ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് പങ്കുവെക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.